വെൽക്കം ടു മൈ ചാനൽ. ഒരു കാലത്ത് കുടുംബത്തിൻ്റെ വിശപ്പ് അകറ്റിക്കൊണ്ടിരുന്ന ഭക്ഷണമാണ് ചക്ക. ചക്കയുടെ പോഷക ഗുണങ്ങൾ അന്നുള്ള തലമുറയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഭക്ഷണത്തിൽ, അവരുടെ ആഹാരക്രമത്തിൽ ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഷാംശമില്ലാത്ത ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഉപയോഗിച്ചായിരുന്നു അന്നുള്ള ജനത ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും ആ കാലത്ത് ഉണ്ടായിരുന്നല്ലോ. ആ പഴയ ആൾക്കാരെ ആയുസ് നോക്കുവാണെങ്കിൽ 95ഉം 90ഉം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മരണപ്പെടുന്നത്. അവർക്ക് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് ഹോസ്പിറ്റലുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് ഈ ആധുനിക യുഗത്ത് ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയതോടുകൂടി ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ധാരാളം ഹോസ്പിറ്റലുകൾ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ ശീലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും. ഒരു ചക്കയുടെ ഔഷധ ഗുണം ഇല്ലെങ്കിൽ അതിൻ്റെ പോഷക ഗുണം അറിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോവും. 100 ഗ്രാം ചക്കയിൽ 95 കലോറി, 2 ഗ്രാം പ്രോട്ടീൻ, 0.6 ഗ്രാം പൊട്ടാസ്യം, 3 ഗ്രാം ഫൈബർ, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, B2, B9, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡന്റ്, ഇത്രയും പോഷകങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ചക്ക നിസ്സാരനല്ല. നിങ്ങൾക്കറിയാം, ഈ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷണമാണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. അതുപോലെ ഗ്രന്ഥി വീക്കത്തിന് ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡന്റുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഗ്രന്ഥികളുടെ പ്രവർത്തനവും അവയുടെ വീക്കം കുറയ്ക്കുന്നതിനായിട്ട് വേണ്ടി ചക്കയ്ക്ക് സാധിക്കും. അതുപോലെ ഹൃദയാരോഗ്യം വളരെ നല്ലതാണ്. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക. ഉയർന്ന നാരുകൾ അളവുകൾ ഉള്ളതുകൊണ്ടാണ് ഹൃദയാരോഗ്യത്തിൻ്റെ ഗുണമാണ് എന്ന് പറയാനുള്ള കാരണം. ഇത് ദഹനശേഷി കൂട്ടുന്നതുകൊണ്ട് മലബന്ധമൊക്കെ ഇല്ലാതായി തീരാനായിട്ട്, ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള അന്നജം ഉള്ളതുകൊണ്ട് പച്ചച്ചക്ക വേവിച്ച് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ, പ്രമേഹത്തിന് നല്ലതാണ് പച്ചച്ചക്ക വേവിച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും പോഷക ഗുണമുള്ള ചക്ക നിസ്സാരനല്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭക്ഷണത്തിൽ ചക്ക ഉൾപ്പെടുത്തുക. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഞാൻ അതിനായിട്ട് കുറച്ച് പഴുത്ത ചക്ക ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചക്കയാണ്. അതുപോലെ 250 ഗ്രാം അരിപ്പൊടി, തേങ്ങ, ഒരു തേങ്ങാ മുറി, ശർക്കര, ഏലക്ക, ഇത്രയും സാധനം കൊണ്ടാണ് ഇവിടുന്ന് ഒരു ചക്ക കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നത്. ചക്ക അപ്പം എന്ന് തന്നെ പറയാം. അതിനുവേണ്ടി ആദ്യം ചക്ക പേസ്റ്റ് പോലെ അടിച്ചെടുത്തു. അതിനുശേഷം ശർക്കര നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മാവിൻ്റെ അകത്തോട്ട്, നമ്മൾ മാവ് പൊടിക്കകത്തോട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം അരിപ്പൊടിയും ഈ ശർക്കരയും അതുപോലെ തന്നെ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റും കൂടി ഒന്നിച്ച് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഒരു സ്വല്പം ഉപ്പുപൊടി കൂടെ ഇട്ട് വേണം ഇത് കുഴച്ച് എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ച് അതിൻ്റെ അകത്ത് ചേർത്ത് തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഡലി ഉണ്ടാക്കുന്ന നമ്മൾ പാത്രം എടുത്തിട്ട് ആ ഇഡലി തട്ടിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം പുരട്ടി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണ വരുന്നതിൻ്റെ പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയില ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരൂടെ ടേസ്റ്റ് കിട്ടും. വാഴയിലയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ വാഴയിലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ കുറച്ചു നേരം കുഴച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇഡലി തട്ടിലേക്ക് നമ്മൾ ഈ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ച മാവ് വെക്കുകയാണ്. അതായത് ചക്കയും ശർക്കരയും ഏലക്കായും തേങ്ങാക്കൊത്തും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ആ മിശ്രിതം ഇങ്ങനെ വെക്കുകയാണ്. അടുത്ത തട്ടിലും ഇതുപോലെ നമ്മൾ
ഈ കുഴച്ച് വെച്ച മാവ് വെക്കുകയാണ്. അപ്പോൾ അത് ഇഡലിയുടെ ഒരു ഷേപ്പ് കിട്ടുന്നത്തക്ക രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊന്ന് അതിൻ്റെ പുറത്തൊന്ന് മിനുസപ്പെടുത്തും. ആ ഒരു നല്ല ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ നല്ല രീതിയിലൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൃദുലമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് അപ്പം കിട്ടും. ഇത് ഞാൻ അതൊന്നും ചെയ്തില്ല. ഏറ്റവും ലാസ്റ്റിലെ തട്ടിൽ ഇതുപോലെ മാവ് വെച്ച് അത് നല്ലവണ്ണം ആ റൗണ്ടിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞ പോലെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഓടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മിനുസത്തിൽ പ്രതലം ഇരിക്കും. എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്നുള്ളൂ. അതിനുശേഷം അടപ്പ് വെച്ചു നമ്മൾ ആ ഇഡലി ചെമ്പ് ചൂടാകാനായിട്ട് വേണ്ടി നമ്മൾ കത്തിക്കുകയാണ്. ആ വെള്ളം ഇഡലി എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് നമ്മളിവിടെ ഈ ചക്ക കൊണ്ടുള്ള ഈ അപ്പം ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. ഈ അപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ അടുക്കളയിലും റൂമിലുമൊക്കെ നല്ല സ്മെല്ല് വരും. ഈ ചക്കയും ഈ ഇതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ അപ്പത്തിൻ്റെ ആ സ്മെല്ല് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു സ്വാദുള്ള ഒരു സ്മെല്ല്. അതുപോലെ നമ്മളിത് വെന്തോ എന്നറിയാനായിട്ട് വേണ്ടി ഒരു സ്പൂണിൻ്റെ അഗ്രം കൊണ്ട് കുത്തി നോക്കി കഴിയുമ്പോഴത്തേക്ക് അകത്തെ പറ്റിപ്പിടിക്കുന്നില്ലേ അപ്പം ആയിട്ടുണ്ട്, തയ്യാറുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചക്കയപ്പം. ട്രൈ ചെയ്യുക. പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള അപ്പമാണ്. താങ്ക് യു.